എക്സാക്ട്ലി ഒരാഴ്ച മുന്നേ ഞാൻ ഈ ചാനലിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം വിസിറ്റിംഗ് എവറി പ്രീമിയർ ലീഗ് സ്റ്റേഡിയംസ് അക്രോസ് ദ UK ഇൻ ദിസ് സീസൺ. അത് മാത്രമല്ല ഒരു വാക്കും തന്നിട്ടുണ്ടായിരുന്നു. ഓരോ വീക്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും, ഓരോ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. ആൻഡ് ഹിയർ വി ആർ. വെൽക്കം ടു ദ ഫസ്റ്റ് സ്റ്റേഡിയം ഇൻ ദ കോക്കോബൂട്ട് സീരീസ്. ഇന്ന് നമ്മൾ എത്തിയുള്ളത് പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മോഡേണും ഐക്കോണിക്കും ആയിട്ടുള്ളൊരു സ്റ്റേഡിയത്തിലാണ്. We are at the Emirates, home of Arsenal FC. സംഭവം ഏതായാലും തുടങ്ങാൻ പറ്റിയ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വന്നുള്ളത്. നമ്മൾ എമിറേറ്റ്സിൻ്റെ ഉള്ളിൽ കയറാൻ വന്നതാണെങ്കിലും സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ള ഓരോ മുക്കും മൂലയും ഒന്നിനൊന്ന് അടിപൊളിയായതുകൊണ്ട് ആദ്യം എല്ലാം ഒന്ന് കറങ്ങി കണ്ടിട്ടേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ആഴ്സണലിനെ പോലെ പ്ലേയേഴ്സിനെ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു ക്ലബിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫാൻസും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അവർ സ്റ്റേഡിയത്തിന് പുറത്തുള്ള സപ്പോർട്ടേഴ്സിൻ്റെ ബാനേഴ്സ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല രാജ്യക്കാരുടെ സപ്പോർട്ടേഴ്സിൻ്റെ ബാനേഴ്സ് ഉണ്ട്. അതിൽ വേറെ സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. ഇതിലൊക്കെ നിങ്ങൾക്ക് പല രാജ്യങ്ങൾ കാണാം. ഇതിലിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആഴ്സണൽ മെക്സിക്കോ കാണാം, ആഴ്സണൽ പാകിസ്ഥാനുണ്ട്, സൗത്ത് വെയിൽസ് ഉണ്ട്, ജോർജിയ, മാൽഡീവ്സ്, അങ്ങനെ ജർമ്മനി, അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും പല സപ്പോർട്ടേഴ്സിൻ്റെ ബാനേഴ്സ് കാണുന്നുണ്ട്. അക്കൂട്ടത്തിലിതാ അതുപോലെ ഇവർ ആഴ്സണലിന് വേറെ സംഭവമുള്ള എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റേഡിയത്തിന് പുറത്തുള്ള പല ബെഞ്ചസും അവരുടെ പഴയ പ്രീവിയസ് പ്ലെയേഴ്സിൻ്റെ പേരിലാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ ഒരു തലക്കത്ത് ഈ ഒരു 3 കാണാനുള്ളൂ. പക്ഷേ സ്റ്റേഡിയം കവർ ചെയ്യുമ്പോഴേക്ക് ഏകദേശം എല്ലാ ഭാഗത്തും കുറേ പ്ലെയേഴ്സിൻ്റെ പേരിൽ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബെഞ്ചസ് നമുക്ക് കാണാൻ പറ്റും, അവരുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള. Arsenal history is hidden in all the corners. ഹിസ്റ്ററി കൊണ്ട് സ്റ്റേഡിയം നിറച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് പല ഭാഗങ്ങളായിട്ട് ഫാൻസിൻ്റെ പേരുകളും മെമ്മറീസൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഗ്രാനൈറ്റിൻ്റെ കട്ടകൾ കാണാം. ഗ്രാനൈറ്റിൻ്റെ സൈസിനും എഴുതുന്ന വരികളുടെ എണ്ണത്തിനും അനുസരിച്ച് 100 പൗണ്ട് മുതൽ 300 പൗണ്ട് വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആഴ്സണൽ ഈ സ്റ്റേഡിയത്തേക്ക് മാറണം. അതുവരെ ഹൈബ്രി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ സ്ഥലം. ഇപ്പോഴും അതിൻ്റെ പഴയ സ്റ്റേഡിയത്തിൻ്റെ പഴയ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ടൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോകാം, ടൈം ഉണ്ടെങ്കിൽ. ഇവിടെ സ്റ്റേഡിയത്തിന് ഭയങ്കര പ്രൗഡായിട്ട് നോക്കി നിൽക്കുന്ന ഒരാളെ കാണും. 1925 മുതൽ 1934 വരെ ആഴ്സണലിൻ്റെ മാനേജറായിരുന്നു ഹെർബർട്ട് ചാപ്മൻ. അയാളാണ് ആഴ്സണലിനെ ഇന്ന് കാണുന്ന ആഴ്സണലാക്കാനുള്ള ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്. ആഴ്സണലിൻ്റെ സ്റ്റേഡിയം ടൂർ പറഞ്ഞാൽ ബേസിക്കലി ടൈം ലിമിറ്റ് ഇല്ല. നമുക്കൊരു അതിനുള്ള സ്റ്റേഡിയം ടൂറിൻ്റെ ടിക്കറ്റ് ഡേറ്റ് നമ്മൾ എടുത്താൽ ആ ദിവസം എപ്പോൾ ആണെങ്കിലും നമുക്ക് കയറി ഇറങ്ങാൻ പറഞ്ഞാൽ 2-3 വട്ടം കയറി ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വൈകുന്നേരം വേണമെങ്കിൽ ഒന്ന് കയറാം, അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ ഒന്ന് കയറാം, എപ്പോഴാച്ചാൽ ഒന്ന് കയറാം. അങ്ങനെ ഇന്ന സമയത്ത് തന്നെ ഒന്ന് കയറുന്നില്ല. അപ്പോൾ മറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ ആണെങ്കിൽ ഇവർക്ക് ടൈം സ്ലോട്ട് ഉണ്ടാവും, ആ ടൈം സ്ലോട്ടിൽ തന്നെ ഒന്ന് കയറേണ്ടി വരും. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ടൈം എടുത്ത് കയറാം. പക്ഷേ എനിക്ക് പ്രശ്നം വന്നത് ഇവിടെ ഒന്നുമല്ല. ഏകദേശം 1.25 മണിക്കൂർ ഇതിന് ചുറ്റും കറങ്ങിയിട്ടു. ഇതിനകത്ത് കയറാനുള്ളൊരു മാർഗവും കാണാനില്ല. ഇത് കയറാനുള്ള എവിടെയെന്നുള്ള ഒരു ഐഡിയ ഇല്ല. പിന്നെ 2ാമത്തെ റൗണ്ട് പിന്നെ അതിൽ കറങ്ങി കൊണ്ടിരിക്കുക. ഇതിൻ്റെ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറും, ഇതിൻ്റെ എൻട്രൻസ് എവിടെയെന്നുള്ളത് അവിടെയും ഇവിടെയൊക്കെ എഴുതി വെച്ച് പോകണം അങ്ങോട്ടാണെന്നൊക്കെ. പക്ഷേ കുറേ നേരമായി കറങ്ങും. ഒന്നുകൂടെ കറങ്ങി നോക്കാം. എൻട്രൻസ് ലൊക്കേറ്റഡ് വിത്തിൻ ആമറി സ്റ്റോറിൽ നമ്മൾ എന്തായാലും പോകണം. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആഴ്സണലിൻ്റെ സ്റ്റോറിൽ നിന്ന് മേടിക്കാനുള്ളതാണ്. എന്തായാലും നമുക്ക് ലാസ്റ്റ് അവിടെ പോകണം. അപ്പോൾ എൻട്രൻസും അതിൽ കൂടെ തന്നെയാണ് തോന്നുന്നത്. പോയി നോക്കാം. അങ്ങനെ പിന്നെയും കുറേ കറങ്ങി. പറയപ്പെട്ട ആഴ്സണലിൻ്റെ സ്റ്റോറ് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു. സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണോ സംശയമുണ്ട്. പോയേക്കാം. ഏതായാലും ഇത്രയും കറങ്ങിയില്ലേ, അതുകൂടെ കറങ്ങാം. അവസാനം അവൾ സക്സസ്ഫുള്ളി ആർമറി കണ്ടെത്തി. അതാ ആഴ്സണലിൻ്റെ സ്റ്റോറാണ്. ബൈക്കൂടെയാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കയറി നോക്കാം. ഏതായാലും വൈകിച്ചിട്ട് കാര്യമില്ല, ഉള്ളിൽ കയറാം. ഓക്കെ, ബാക്കി ടൂർ ഉള്ളിൽ. ആഴ്സണലിൻ്റെ ടൂർ എന്ന് പറഞ്ഞാൽ
സ്റ്റേഡിയം ആൻഡ് മ്യൂസിയം ടൂർ സെൽഫ് ഗൈഡാണ്. അതുകൊണ്ട് വേറെ കൂടെ ഗൈഡൊന്നും ഉണ്ടാവില്ല. നമുക്കതിൻ്റെ ഒരു വീഡിയോ തരുമെന്ന് തോന്നുന്നു. വീഡിയോ പറഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് നമുക്കൊരു വീഡിയോ ഹെഡ്സെറ്റ് കയ്യിലുണ്ടാവും എന്ന് തോന്നുന്നു. കയറി നോക്കാം. ഏതായാലും സെൽഫ് ഗൈഡഡ് എങ്ങനെയാണ് നോക്കാമല്ലോ, കേട്ടിട്ടുള്ളൂ. നോക്കാം നമുക്ക്. അപ്പോൾ എന്നാൽ കയറല്ലേ. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു കാര്യം, ഞങ്ങളങ്ങോട്ട് തണലത്തൊക്കെ വിളിച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം. ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെ എന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത? ഇത് ചെയ്താലല്ലേ എനിക്കൊരിതുണ്ടാവുള്ളൂ. ഇനിയും ബാക്കി 19 സ്റ്റേഡിയം കാണാനുള്ളതല്ലേ, സമയം കളയില്ലേ. വേഗം സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോ. അങ്ങനെ കുറേ നടത്തത്തിന് ശേഷം നമ്മൾ ഫൈനലി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ലെറ്റ്സ് ഗോ ടു ദ ആർമറി. പിന്നൊരു ഡിസ്ക്ലൈമർ, സ്റ്റോറിൻ്റെ ഉള്ളിൽ വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വിഷ്വൽസ് കുറവിരിക്കണം. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. ഇതിൻ്റെ ഒപ്പം കിട്ടാറ് അതാ, അതിന് വേറെ പൈസ കൊടുക്കണം കേട്ടോ, അത് വേറെ. പിന്നെ അതാ നെഞ്ഞത്ത് ഇങ്ങനെ ഒരു ടാബ്, അതിനൊരു ഹെഡ്സെറ്റ്. സെൽഫ് ഗൈഡ് ആയതുകൊണ്ട് എല്ലാ തീറ്റാനും കേൾക്കാൻ പറ്റും. കയറിയതാ. ഇതെല്ലാം ആർസണലിൻ്റെ വുമൻസ് ടീമിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. One of the best women teams in the world right now. നമ്മൾ പോകുന്നത് ഡയറക്ടേഴ്സ് ലോഞ്ച്. This is what luxury feels like. ഇത് മാത്രമല്ല, ഇവിടെ ആർസണലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദ ഇൻവിൻസിബിൾ. 49 കളികളിൽ അൺബീറ്റൺ ആയിട്ട് പ്രീമിയർ ലീഗിലെ തന്നെ ലോങ്സ്റ്റ് അൺബീറ്റൺ റൺ എന്ന അച്ചീവ്മെൻ്റാണ്. ഇനിയാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാണാൻ ആഗ്രഹിച്ച സംഭവം, ഡയറക്ടേഴ്സ് ലോഞ്ച് എന്നുള്ള ഗ്രൗണ്ടിൻ്റെ വ്യൂ. ദിസ് ഈസ് എമിറേറ്റ്സ്. സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിൻ്റെ റെനോവേഷനും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാണുന്ന ചുരുക്കൊന്നും ഉണ്ടാവില്ല സാധാരണ കാണുന്ന. അതായത് കണ്ടത്തിൽ പൂട്ടിയിട്ടാൽ മാതിരി ഇരിക്കണം. ആകെ എന്തൊക്കെ പൊടി കഴിക്കാണ്ട് പുല്ലൊക്കെ മാറ്റിയിരിക്കണം. ഓഫ് സീസൺ അല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും 1-1.5 മാസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതാണ് പരിപാടികൾ. ഇനി നമുക്ക് ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്ലെയേഴ്സിൻ്റെ POV നോക്കാം. ഇവിടെയാണ് ആർസണലിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ടൈം ക്യാപ്സ്യൂൾ വെച്ചിട്ടുള്ളത്. പുതിയ സ്റ്റേഡിയം നിർമ്മാണത്തിന് ശേഷം അവരുടെ തന്നെ ഹിസ്റ്ററിയിൽ നിന്നുള്ള 39 ഐറ്റംസ് ഇവിടെ കുഴിച്ചിട്ടു. ഈ മുറിയിലാണ് ആർസണലിൻ്റെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് വെച്ചിരിക്കുന്നത്, ദ യുവേഫ വിമൻസ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫി. നെക്സ്റ്റ് അപ്പ് ഈ ടൂറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനിലേക്കാണ്. ഇവിടെ ഹോം ഡ്രസ്സിംഗ് റൂമൊക്കെയാണ് പോകുന്നത്. ഹോം ടീമിൻ്റെ ആർസണലിൻ്റെ ഡ്രസ്സിംഗ് റൂം പോകുന്നത്. ടീമിൻ്റെ ഫിറ്റ്നസ് ഏരിയ കാണാം. ഡു ഇറ്റ് ഫോർ അവർ സപ്പോർട്ടേഴ്സ്. ഓക്കെ, വി ആർ ഗോയിങ് ദേ. ഇവിടെ വെച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളെ ഞാൻ കണ്ടു. ടു ഓൾ മൈ റയൽ ഫാൻസ്.
ചെയ്യേണ്ട കരിയർ എന്തായാലും ഇങ്ങനൊന്നും ആയില്ല. വെറുതെ ഇവിടെ ഇരുന്ന് നോക്കാം, ആ ഒരു ഫീൽ എന്താണെന്ന് അറിയാലോ. ഫീലിൻ്റെ 144p and the star boy. ആൾക്കാരും സാറാ. ഹെവി റൂം ഏതായാലും ഹോം റൂമിൻ്റെ അത്ര സെറ്റപ്പ് ഒന്നുമില്ല. അല്ല അത് മതി. ശരി. ഫോർച്ചുനേറ്റ്ലി ഗ്രൗണ്ടിൽ ഇതാ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പെസ്റ്റിസൈഡ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഡക്കൗട്ടിക്ക് പ്ലേയേഴ്സും ഡക്കൗട്ടിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ നേരെ ഗ്രൗണ്ടിൽ തൊട്ടടുത്ത് വരെ നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് പറ്റില്ല, പോകാൻ പറ്റില്ല. അവർ പോലും പറഞ്ഞത് വേണമെങ്കിൽ മറ്റന്നാൾ ഒന്നുകൂടി ഫ്രീ ആയിട്ട് കയറാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനായിട്ട് പറ്റി മറ്റന്നാൾ കയറാൻ നടക്കില്ല, നമ്മളിന്ന് തീർത്തിട്ട് പോകും. മുതൽ ഒരു കാർഡ് ഉണ്ട്. ഈ കാർഡ് സംഭവം എന്താ വെച്ചാൽ ഈ കാർഡ് വെച്ചിട്ട് ഒരു പലയിടന്നായിട്ട് ഫോട്ടോ എടുക്കും. അവസാനം എന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോക്ക് 20 പൗണ്ട്, പിന്നെ അപ്പോൾ 5-6 ഫോട്ടോ ഉണ്ട്, എല്ലാം കൂടെ കിട്ടണമെങ്കിൽ 45 ഫോട്ടോ മാണ്ടേ. സ്റ്റേഡിയം ടൂർ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പക്ഷേ കഴിഞ്ഞിട്ടില്ല, എത്ര ഇനിയുണ്ട് മ്യൂസിയം ടൂർ. പെട്ടെന്ന് തീർക്കണം, കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് എത്താനുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് വിടാം. നേരെ അങ്ങോട്ട് വിടാൻ പറ്റിയില്ല. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ കറങ്ങി അതേപോലെ മ്യൂസിയം കണ്ടുപിടിക്കാനും കുറേ കറങ്ങേണ്ടി വന്നു. സ്റ്റേഡിയം ടൂർ കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്തേക്കാണ്. മ്യൂസിയം കണ്ടുപിടിച്ചാൽ കുറച്ച് പണി കിട്ടും. സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് അത് കിടക്കുന്നത്. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക ബിൽഡിങ്ങിൻ്റെ. അതാണ് ആഴ്സണലിൻ്റെ മ്യൂസിയം. നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടാണ്. മ്യൂസിയത്തിനുള്ളിൽ കയറി. പിന്നെ ഒരു സൈഡിൽ റീസെൻറ്റ് ഹിസ്റ്ററിയും മറ്റേ സൈഡിൽ ഓൾഡ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ടൂർ ഏകദേശം ഇന്നത്തെ അവസാനത്തേക്ക് എത്തി. പക്ഷേ ഒരു പണി നമ്മൾ പറഞ്ഞ ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ആഴ്സണലിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കാണുന്ന സാധനം എന്താ വെച്ചാൽ നമ്മൾ മേടിക്കാൻ പോകുന്നത്. എല്ലാ കടയിൽ നിന്ന് ജേഴ്സി വാങ്ങണം എന്നൊക്കെ ഉണ്ട്, ഞങ്ങൾ പൈസ നമ്മൾ എടുത്തില്ലല്ലോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ഐറ്റം എന്താണോ അത് കണ്ടെത്തി വാങ്ങും. ഓക്കെ, ലെറ്റ്സ് ഗോ ഇൻ ദ. അപ്പോൾ നമ്പർ 1 കംപ്ലീറ്റ്. ആഴ്സണലിൻ്റെ സ്റ്റേഡിയത്തിൽ നമ്മൾ ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങി.
അതായത് ബാഡ്ജിൻ്റെ സെറ്റാണ്, 6 ബാഡ്ജിൻ്റെ ഒരു സെറ്റാണ്, £5 അപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മളോട് വാങ്ങി നെക്സ്റ്റ് സ്റ്റേഡിയത്തിൽ നമുക്ക് അടുത്തതിനനുസരിച്ച് വാങ്ങും. അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്റ്റേഡിയം ടൂർ എൻഡിക്കെത്താണ്. ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ വന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനുള്ള ഉണ്ടായിരുന്നു സ്റ്റേഡിയം ആഴ്സണൽ ഒരു രക്ഷയില്ല. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ ഒന്ന് തന്നെ കാരണം ആഴ്സണൽ. ഓബ്വിയസ്ലി റൊണാൾഡോ യുണൈറ്റഡിൽ കളിച്ചതുകൊണ്ട് മാൻ യുണൈറ്റഡ് നല്ല ഫാൻസ് ആയിരിക്കും, പക്ഷേ ആഴ്സണൽ നല്ലൊരു ഫാൻ ബേസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു നോട്ടിൽ ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. അടുത്ത ഇതിലും നൈസൊരു സ്റ്റേഡിയത്തൊക്കെ പോണ്. അപ്പോൾ ഫോളോ.